ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എക്സസൈസ് 6.2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ 6.17 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡി പാരലൽ BC, ഫൈൻഡ് EC in first question and AD in second question. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ലെറ്റ് BC ഈക്വൽ ടു x സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. BCനെ നമ്മൾ x എന്ന് എടുക്കും. മീൻസ് DE പാരലൽ BC എന്ന് തന്നിട്ടുണ്ട്. യൂസിങ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം വി ഹാവ് AD by BD ഈക്വൽ ടു AE by EC ആണ്. AD by BD ഈക്വൽ ടു AD by BD ഈക്വൽ ടു AE by EC ആണ്. EC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇംപ്ലൈസ് AD 1.5 ഡിവൈഡ് ബൈ BD 3 സെൻറ്റിമീറ്റർ ബൈ 3 ഈക്വൽ ടു AE 1 ആണ്. 1 ഡിവൈഡ് ബൈ x. പിന്നെ നമ്മൾ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1.5x ഈക്വൽ ടു 1 ഇൻറ്റു 3 എന്ന് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ ഈ 1.5 മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്. അതിനെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഡിവിഷൻ ആവും ബൈ 1.5. 3 ഡിവൈഡ് ബൈ 1.5 ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 തന്നെയാണ് ആൻസർ. ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പോയിന്റ് ഒഴിവാക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 6 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും ഈക്വൽ ടു, അപ്പോൾ x ഈക്വൽ ടു 2 ആണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട EC ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ലെറ്റ് AD ഈക്വൽ ടു x സെൻറ്റിമീറ്റർ, ADനെ x സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. ഇവിടെ AD ഇതാണ്, ADനെ നമ്മൾ x എന്ന് എടുക്കാം. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ മീൻസ് DE ഈക്വൽ ടു BC ആണ്. DE ഈക്വൽ ടു DE പാരലൽ BC യൂസിങ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇവിടെ AD ബൈ DB ഈക്വൽ ടു AE ബൈ EC ആയിരിക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് വാല്യൂ കൊടുത്താൽ AD x ആണ്. x ഡിവൈഡ് ബൈ DB എന്ന് പറയുന്നത് 7.2 ആണ്. 7.2 ഈക്വൽ ടു AE ഇത് 1.8 ആണ്. 1.8 ഡിവൈഡ് ബൈ EC 5.4 ആണ്. നമുക്ക് ഈ x വേണേൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എക്സിനെ ഇവിടെ നിർത്തിയാൽ നമുക്ക് x ഈക്വൽ ടു ഈ 1.8 ഡിവൈഡ് ബൈ 5.4, ഈ 7.2നെ റൈറ്റ് സൈഡിലേക്ക് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 7.2 ഈക്വൽ ടു 2.4 നമുക്ക് കിട്ടും. x ഈക്വൽ ടു 2.4 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AD ആണ്. AD ഈക്വൽ ടു 2.4 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, E and F are points on the sides PQ and PR respectively of a triangle PQR. For each of the following cases, state whether EF parallel QR. First question, PE equal to 3.9 centimeter, EQ equal to 3 centimeter, PF equal to 3.6 centimeter and FR equal to 2.4 centimeter. നമുക്ക് ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ PE 3.9 ആണ്. അതുപോലെ EQ 3 സെൻറ്റിമീറ്റർ ആണ്. PF 3.6 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് FR 2.4 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EF പാരലൽ QR ആണോ എന്നാണ്. അപ്പോൾ ഇതാണ് EF പാരലൽ QR ആണെങ്കിൽ നമുക്ക് PE ബൈ EQ ഈക്വൽ ടു PF ബൈ FR ആയിരിക്കും, പ്രൊപ്പോർഷണാലിറ്റി തിയറം വെച്ചിട്ട്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് PE ബൈ EQ
ഈക്വൽ ടു 3.9 ഡിവൈഡ് ബൈ 3 ആണ്. പോയിന്റ് മാറ്റിയാൽ ഈക്വൽ ടു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 39 ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടും. ഈക്വൽ ടു അത് ചെറുതാക്കിയാൽ 13/10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടെ പി എഫ് ഡിവൈഡ് ബൈ എഫ് ആർ ചെയ്ത് നോക്കാം. പി എഫ് ഡിവൈഡ് ബൈ എഫ് ആർ ഈക്വൽ ടു അത് 3.6 ഡിവൈഡ് ബൈ 2.4 ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ 24 എന്ന് എഴുതാം. ഈക്വൽ ടു 12 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് അത് 3/2 ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം 13/10 3/2 ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പി ഇ ഡിവൈഡ് ബൈ ഇ ക്യു നോട്ട് ഈക്വൽ ടു പി എഫ് ഡിവൈഡ് ബൈ എഫ് ആർ. മീൻസ് പി ഇ ഡിവൈഡ് ബൈ ക്യു ഇ അല്ലെങ്കിൽ ഇ ക്യു നോട്ട് ഈക്വൽ ടു പി എഫ് ഡിവൈഡ് ബൈ എഫ് ആർ. Thus, EF is not parallel to QR. EF is not parallel to QR. Answer. ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ PE equal to 4 cm, QE equal to 4.5 cm, PF equal to 8 cm and RF is equal to 9 cm. നമുക്ക് വാല്യൂ കൊടുത്ത് ചെയ്ത് നോക്കാം. PE equal to 4 cm. PEക്ക് 4 സെൻറ്റിമീറ്റർ, QE ഈക്വൽ ടു 4.5 സെൻറ്റിമീറ്റർ. 4.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ PF ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. PF ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. RF ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. PE ഡിവൈഡഡ് ബൈ EQ അല്ലെങ്കിൽ QE ഈക്വൽ ടു 4 divided by 4.5 equal to പോയിന്റ് മാറ്റാൻ വേണമെങ്കിൽ 40/45 നാക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പോയിന്റ് പോകും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8/9 എന്ന് കിട്ടും. അതേപോലെ പി എഫ് ഡിവൈഡ് ബൈ എഫ് ആർ ഈക്വൽ ടു 8/9 തന്നെയാണ്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചെയ്താലും 8/9 ആണ്. അപ്പോൾ 8/9. അപ്പോൾ ഇവിടെ നമുക്ക് PE ഡിവൈഡ് ബൈ QE ഈക്വൽ ടു PF ഡിവൈഡ് ബൈ FR എന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ EF പാരലൽ QR എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി ഇതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ PQ ഈക്വൽ ടു 1.28 സെൻറ്റിമീറ്റർ, PR ഈക്വൽ ടു 2.56 സെൻറ്റിമീറ്റർ, PE equal to 0.18 cm and PF equal to 0.36 cm. ഇവിടെ PQ equal to 1.28 ആണ്. അതുപോലെ PE equal to 0.18 ആണ്. ഇവിടെ നമുക്ക് PE by QE equal to PF by FR എന്ന ഫോമിൽ എടുക്കണമെങ്കിൽ നമുക്കിവിടെ PE അറിയാം, പക്ഷേ QE അറിയത്തില്ല. QE നമുക്ക് കണ്ടുപിടിക്കണം. വേണമെങ്കിൽ PE ബൈ PQ എന്ന രീതിയിലും ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തു വന്ന പ്രോബ്ലംസ് എല്ലാം PE ബൈ QE എന്ന ഫോമിലായതുകൊണ്ട് നമുക്കത് കണ്ടുപിടിച്ചിട്ട് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തിയറം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഏതായാലും QE കണ്ടുപിടിച്ചിട്ട് ചെയ്യണം. നമുക്ക് QE എത്രയാണെന്ന് കണ്ടുപിടിക്കാം. QE ഈക്വൽ ടു PQയിൽ നിന്നും PE കുറച്ചാൽ EQ കിട്ടും. അതായത് 1.28 മൈനസ് 0.18 ഈക്വൽ ടു 1.1 എന്ന് കിട്ടും. നമുക്കത് പടത്തിൽ എഴുതി വെക്കാം. PE 0.18 ആണ്. അതുപോലെ QE 1.1 ആണ്. ഇതുപോലെ തന്നെ നമുക്ക് PR ഉം PF അതിൽ FR വേണം. ഇവിടെ PF തന്നിട്ടുണ്ട്. PF ഈസ് ഈക്വൽ ടു 0.36 ആണ്. PR ഈക്വൽ ടു 2.56 ആണ്. അതുപോലെ PF ഈക്വൽ ടു 0.36 ആണ്. നമുക്ക് വേണ്ടത് FR വേണം.
എഫ് ആർ ഈക്വൽ ടു പി ആർ മൈനസ് പി എഫ് ആർ ഈക്വൽ ടു 2.56 മൈനസ് 0.36 ആണ് ഈക്വൽ ടു 2.2 എന്ന് നമുക്ക് കിട്ടും. അത് നമുക്ക് പടത്തിൽ എഴുതി വെക്കാം. എഫ് ആർ 2.2 ആണ്. ഇവിടെ പി ഇ ബൈ ക്യു ഇ, പി ഇ ബൈ ക്യു ഇ ഈക്വൽ ടു പി 0.18 ഡിവൈഡ് ബൈ 1.1 ഈക്വൽ ടു 18 ബൈ 110 എന്ന് എടുക്കാം. ഈക്വൽ ടു നമുക്ക് 9 ബൈ 55 എന്ന് എഴുതി വെക്കാം. അതുപോലെ നമുക്ക് പി എഫ് ബൈ എഫ് ആർ വേണം. പി എഫ് ബൈ എഫ് ആർ ഈക്വൽ ടു 0.36 ഡിവൈഡഡ് ബൈ 2.2 ആണ്. 36 ഡിവൈഡ് ബൈ 220 എന്ന് എഴുതാം. അതും ചെറുതാക്കിയാൽ 9 ബൈ 55 ആണ്. അപ്പോൾ നമുക്കിവിടെ പി ഇ ഡിവൈഡഡ് ബൈ ക്യു ഇ ഈക്വൽ ടു പി എഫ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് കിട്ടുന്നു. ഇത് പി എഫ് പാരലൽ ടു ക്യു ആർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയും എഫും ക്യു ആറും പാരലാണ്, ഇത് പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പാരലാണ്. അപ്പോൾ ഇതിലെ 3 സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു.